ഫേസൊക്കെ ഇങ്ങനെ നീര് വന്നിട്ട് എന്താന്ന് നോക്കിയത് ഇത്രയും അധികമാണ് വരെ വെച്ചുകൊണ്ടിരുന്നത്. എന്താന്ന് അസുഖം നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നൊക്കെ ഞാൻ പേടിക്കുമായിരുന്നു. കാലൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് കയ്യൊക്കെ മുറി വേദനിക്കും പോലെ വേദനിക്കും. അപ്പോൾ എന്തായാലും പോയൊക്കെ നോക്കിയിട്ട് വരാം. വന്നതിന് ശേഷം കാണാം. അപ്പം നമ്മൾ ഡ്രസ്സ് ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു എന്തിനാ അഡ്മിറ്റായേ, എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം മുൻപ് കുറച്ചധികം ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ശരീരം നീര് പോലെ വരിക, വേദനിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കണമാണ് ഇങ്ങനെ ആയുർവേദത്തിലൊന്ന് പോയിട്ട് നോക്കണമെന്ന്. പിന്നെ 2 വർഷം മുൻപ് ഞാൻ വീണിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട അടിച്ച് വീണിട്ടുണ്ടായിരുന്നു. ആ മുട്ടുവേദന ഇപ്പോൾ കൂടിയിട്ട് ഈ ഇടത് കാല് നിവർത്താനും മടക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ശരീരം മൊത്തം നീരാവുമ്പോൾ ഈ കാലും കൂടി ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര പേടി. കാരണം ഇനി നമ്മളൊക്കെ മുന്നോട്ട് നോക്കാനോ ഒന്നിനും ആരുമില്ല. പിന്നെ നമുക്കും കൂടി വയ്യാണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക വെച്ചിട്ട് എനിക്കെന്നെ ഉള്ളിൽ പേടിയാവാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ആരോടും ഞാൻ പറഞ്ഞില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് ഞാൻ തന്നെ പോയി അഡ്മിറ്റ് ആവുക ചെയ്ത് കേട്ടോ. നമ്മൾ പറയില്ല ആരും ഇല്ലെങ്കിലും ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് എന്താ വെച്ചാൽ കുറേ ആശ്വാസമുണ്ട്. ശരീരവും ഒക്കെ ഒത്തിരി ഇങ്ങനെ കിഴി കാര്യങ്ങൾ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ 2-3 തരം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ESR എനിക്ക് കൂടുതലാണ് കേട്ടോ. 57 ഉണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടാണോ ശരീരം ഇങ്ങനെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ തൈറോയിഡും നല്ല കൂടുതലാണ്. ഈ 3-4 ദിവസമായിട്ട് ഇപ്പോൾ തൊണ്ടവേദനയും ഒരു ചുമയും വന്നിട്ടുണ്ട്. അത് മാറാതെ ഞാൻ കിടന്ന് പാടുപെടുക കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മുട്ടി ഒരു ചുമ അങ്ങോട്ട് വരും. ആ ചുമ വന്നു കഴിഞ്ഞാൽ ചുമച്ച് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് തൈറോയിഡിൻ്റെ കാണിക്കണം, കൂടുതലാണല്ലോ. അപ്പോൾ അത് ആയുർവേദത്തിൽ അവർ പുറത്ത് കാണിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചുമടി ഒന്ന് കാണിക്കണം വെച്ചിട്ട് വൈകുന്നേരം പോകണം. ഞാൻ 11 ദിവസമാണ് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പോൾ ഒരു 11 ദിവസം റെസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ബെറ്ററാണ് കേട്ടോ. എനിക്ക് ശരീരമൊക്കെ നല്ലൊരു റിലാക്സ് ആയിട്ടുണ്ട്. കുറേ വേദനകൾക്കൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി, ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിവാവയ്ക്ക് ഇടയ്ക്ക് വരും പോവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആളുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ വീഡിയോസൊന്നും ഇതുവരെ ഇടാതിരുന്നത്. നമ്മളെ വീട്ടിനടുത്ത് തന്നെയുള്ള ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലായിരുന്നു കേട്ടോ, ആയുർവേദ ഹോസ്പിറ്റൽ. വീടിൻ്റെ അടുത്ത് ഇത്രയും അടുത്തുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ദൂരത്തേക്കൊക്കെ പോകണം വെച്ചിട്ട് ഞാൻ ചെറുതുരുത്തിയിലൊക്കെയാണ് ആദ്യം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കാനും അവിടെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ള എല്ലാവരും നല്ല സ്വഭാവമായിരുന്നു. ഞാൻ വന്നിട്ട് എല്ലാവരും എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊണ്ട ഇങ്ങനെ ആയിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു തൊണ്ടവേദനയും ചുമയും വന്നിട്ടേ ഇല്ല. എനിക്ക് സൗണ്ടൊക്കെ മൊത്തം പോയി. എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റാതെ സൗണ്ടൊക്കെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പോൾ ഇന്നൊക്കെ ഞാൻ ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കും, ആവി പിടിച്ചിട്ടും അങ്ങനെ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കുറച്ച് ഞാൻ മാറ്റിയത്. അപ്പം ബെല്ലടിച്ചത് പോസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ വാവുക്കുട്ടിയുടെ ATM കാർഡ് ആണ്. വാവുക്കുട്ടി കുറച്ച് ദിവസം മുമ്പ് ഒരു അക്കൗണ്ട് എടുത്തായിരുന്നു SBIയിൽ. അതിൻ്റെ ATM കാർഡാണ്. കുറേ നാളായിട്ട് വാവുക്കുട്ടി ഇങ്ങനെ ബാങ്കിൽ വരും. അവൾക്ക് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വേറെ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അതെന്തോ 0 ബാലൻസിലൊക്കെ പണ്ടെപ്പോഴും തുടങ്ങിയതുകൊണ്ട് സ്റ്റുഡൻറ്റ് അക്കൗണ്ടൊക്കെ അങ്ങനെ എന്തൊക്കെയായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം എന്തായാലും ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ പപ്പ പറയുമായിരുന്നു കേട്ടോ എപ്പോഴും, വാവുക്കുട്ടി പോയിട്ട് ATM പോയിട്ട് അക്കൗണ്ട് എടുക്ക്, പപ്പ ഇട്ടേരാ പൈസ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വാവുക്കുട്ടിക്ക് എന്തായാലും അത് കണ്ടു കഴിഞ്ഞാൽ വാവുക്കുട്ടി വിഷമാവും. കാരണം എപ്പോഴും പറയും വാവുക്കുട്ടി പോയി എടുക്കടാ, ഒപ്പം ഇട്ടേരേ പറയും. ഉണ്ണിക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. വാവുക്കുട്ടിക്ക് എടുക്ക്, വാവുക്കുട്ടിക്ക് ഇട്ടേരാന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും അത് വാവുക്കുട്ടിക്ക് വിഷമാവും കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതും ഇന്ന് വന്നതുള്ള വീഡിയോ ഒന്നും ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ടിട്ട് വരും. ഉണ്ണിച്ചക്കനെ എന്നെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. എനിക്ക് ചോറ് ബാബുട്ടി ഉണ്ണിച്ചക്കനും കൂടി വന്നിരിക്കുക കേട്ടോ. അല്ലല്ല കറണ്ട് ലൊക്കേഷൻ അയച്ചു. എനിക്ക് ലൊക്കേഷൻ ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് ടേ പറയുമ്പോ ഇവിടെ എത്തി. ബാബുട്ടി ഇവിടെ കിടന്നോട്ടാ. എനിക്ക് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 ചപ്പാത്തിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോഴത്തേനും ഉണ്ണിച്ചക്കനും ബാബുട്ടിയും കൂടി ചോറും ഉണ്ടെന്നുണ്ട്. 2 വായ. ഇവിടെ അങ്ങനെ ഒന്നും കഴിക്കാനും പാടില്ല. നോണൊന്നും ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല, ഇല്ലാത്തതല്ലേ. ഇന്ന് മറ്റേ കിഴി ഇതൊക്കെ വെച്ചിട്ടേ ശരീരം ആദ്യമൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വേദന. ഇപ്പോൾ കുറച്ച് നേരം തെറ്റിപ്പോണ്ട. ഇവിടെ വാ ഇവിടെ നമ്മൾ കൂട്ടി വാ അങ്ങോട്ട് പിന്നെ അത് ഞാൻ അവിടെ എന്തോ പറയുമ്പോഴത്തേനും ഇങ്ങോട്ട് ഫോണ് മാറ്റിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് തൊട്ടല്ലോ എന്ന്. ഇല്ലച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഇല്ലച്ചാൽ ഒരു മുക്കിൽ സൈഡായിട്ടുണ്ടാവും. എന്താ പറയാറുള്ളത്? മമ്മീനെ കാണാൻ തോന്നിയിട്ട് വന്നതാണ്. മമ്മി നാളെ വന്നാൽ മതി പറഞ്ഞു എല്ലാവരും കൂടി. ഞാൻ എനിക്ക് കാണണം പറഞ്ഞിട്ട് വന്നപ്പോൾ ഈ ചെക്കനും എൻ്റെ പിന്നാലെ കയറി വന്നതാണ്. ശരി അമ്മ തരാം. ഇതൊരു ഫാൻ ഇടാണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഇടണ്ട പറഞ്ഞു കേട്ടോ. എനിക്കത് ശീലമായി. നമുക്ക് അസുഖം മാറണ്ടേ. ശരി. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. നമ്മളുടെ കൂടെ വരുന്ന ഒരാൾക്ക് വേണിച്ച സ്റ്റേ ചെയ്യാം. നമുക്കും അത്യാവശ്യം നല്ലൊരു അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല ക്ലീനും എല്ലാം ഉണ്ട്. നല്ല ക്ലീനായിട്ട് നല്ല റൂമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഹൈജീനായിട്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് തുണി എന്തെങ്കിലുമൊക്കെ ഇടണം വെച്ചാൽ അങ്ങനെ ഇടാം. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. ഇതൊക്കെ എൻ്റെ മരുന്നാണ് കേട്ടോ. ഇതൊക്കെ മരുന്നുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചുമ കൂടെ വന്നു. അപ്പോൾ ചുമ കൂടെ വന്നപ്പോൾ കൂടുതൽ മരുന്നുകളായി കേട്ടോ. അതപ്പം ഉണ്ടായത്. അത് എങ്ങനെ വന്നതെന്ന് അറിയില്ല. നല്ല തൊണ്ടവേദനയും ചുമ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെയാണ് കണ്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. നിറച്ച് ഫിഷൊക്കെ കണ്ടോ. അവിടെ ഇങ്ങനെ മീനൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മളുടെ റൂം. എൻ്റെ തൊട്ടപ്പുറത്തെ റൂമുണ്ട്. ടൈലും ആളുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് പോയി അവിടെ ഫ്രണ്ട് ഓഫീസ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഇവിടെ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. ഇതുണ്ടോ ഇതാണ് റൂം. പിന്നെ ഇവിടെ ആളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ വേറെ ആളുടെ ആവശ്യമില്ല. കണ്ടോ അങ്ങനെ പോവാം. അവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് റൂമാണ് കേട്ടോ. അതാണ് ഫ്രണ്ട് ഓഫീസ്. പിന്നെ അങ്ങനെ നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഉണ്ണി ഒരു ദിവസം ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരു ഫോട്ടോഷൂട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ വിളക്കിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ടാണ് അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ പറ്റുക ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഫോട്ടോസ്. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളൊരു ഹോസ്പിറ്റൽ പോലെയല്ല കേട്ടോ ഉള്ളത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. നമ്മൾക്കൊരു വീട്ടിലിരിക്കുന്ന പോലെ ഒരു ഫീലായിട്ട് ഉണ്ടാവുക. ഒരു ഹോസ്പിറ്റൽ പോയ പോലെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെച്ചാൽ തന്നെ നമ്മൾ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഫോട്ടോസ്. ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട്. ഞാൻ ചുമ്മാ വെറുതെ 2-3 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആവുന്നതിന് മുൻപ് ഉണ്ണി പോയിട്ട് എടുത്താണ്. ഞാനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല. കാറിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ നമ്മൾ റോഡ് കടന്നിട്ട് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകും. പിന്നെ ഇതിന് മുകളിലും ഉണ്ട്. എനിക്ക് എന്ത് ഇഷ്ടമായത് വെച്ചാൽ നമ്മളെ വീടിനടുത്താണ്. നമ്മൾക്ക് ഒരാളുടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വന്ന് ഒറ്റയ്ക്കാണെച്ചാലും നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു അമ്മയും ഒരു അച്ഛനാണ് കേട്ടോ ഒരു ഫുഡൊക്കെ നമുക്ക് തരണത്. അവർ റൂമിലേക്ക് എത്തിച്ച് തരാറുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നല്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ഇടയ്ക്ക് വരേണ്ടി വരും. അപ്പം അങ്ങനെ അപ്പോൾ തലയിലൊക്കെ എണ്ണ കേട്ടോ. അപ്പോൾ തൊണ്ടവേദന നന്നായി വന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്താ വെച്ചാൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
2 ദിവസമായിട്ട് ശ്വാസം മുട്ടൽ, ഉറങ്ങാനൊന്നും പറ്റാണ്ട് ഭയങ്കരമായിട്ട്. അതെന്താണെന്ന് അറിയില്ല, തലയിൽ ഒരു സംഭവമൊക്കെ ഇടുന്നുണ്ട്. തലവേദനയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, മൈഗ്രെയിനും നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധനങ്ങൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ഒറ്റിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം അതിൻ്റെ നീരിറങ്ങിയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉറങ്ങാനും പറ്റുന്നുണ്ട്, ഉറക്കവും ശരിയാവണില്ല. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലിലാണെന്നുള്ളൊരു ഫീലല്ല കേട്ടോ അവിടെ വരുമ്പോൾ ഉള്ളത്. നമ്മളൊരു വീട്ടിൽ വന്ന പോലെയാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നത് ഒരമ്മയാണ്. എൻ്റെ അമ്മയുടെയൊക്കെ പ്രായമുള്ള ഒരമ്മ കേട്ടോ. പിന്നെ അവരുടെ ഹസ്ബൻഡും കൂടിയാണ് ഫുഡ് കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും അവർ നമ്മളെ മക്കളെ പോലെ നോക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്താണെങ്കിൽ ഹോസ്പിറ്റലിലാണ് വന്നതെന്ന് അങ്ങനത്തെ ഒരു ഫീലല്ല കേട്ടോ ഉള്ളത്. നമ്മളൊരു വീട്ടിലിരിക്കുന്ന പോലെയാണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് ഓരോ ട്രീറ്റ്മെൻറ്റിനായിട്ട്, ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ റിലാക്സ് ആവാനൊക്കെ ഭയങ്കര നല്ലതാട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മൈൻഡൊക്കെ ഒരുപാട് ഓക്കെ ആയിട്ടുണ്ട്. നല്ല ഒരു പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സ്വഭാവമാണ്. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ചേച്ചിമാരുണ്ട് 2 ആൾക്കാർ കേട്ടോ. അവരും ഭയങ്കരമായിട്ട് കൂട്ടാണ്. കാരണം അവർ നല്ല ഇതായിട്ട് എനിക്ക് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഡെയിലി കാണുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം തലയൊക്കെ ശരിക്കൊന്ന് നനയ്ക്കാനൊക്കെ ചെയ്യാൻ. കാരണം തലേന്നും ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തല നനയ്ക്കാനും പാടില്ലായിരുന്നു. തലേന്നും ഒന്നും ചെയ്തിട്ടില്ല, തല നനയ്ക്കാനൊന്നും പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വീട്ടിലേക്കൊക്കെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ ചേച്ചി എനിക്ക് ചുക്ക് കാപ്പി ചൂടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. എന്നെ പൊന്നു പോലെ നോക്കുന്നത്. പാവതിങ്ങനെ ചൂടുള്ള എടുത്തുകൊണ്ടെന്നൊക്കെ തരും. അപ്പോൾ ചുക്കാപ്പി കൊണ്ടുവന്നതാണ് ചൂടാക്കിയിട്ട്. കാരണം തൊണ്ട ശരിയായിട്ടില്ലല്ലോ. എന്നാലും വാവക്കുട്ടി ചുക്കാപ്പി കൊണ്ട് തന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കുടിക്കട്ടെ, എന്നാൽ ഒരു തിരി ഇതാവുമല്ലോ. ഞാൻ വൈകുന്നേരത്ത് നമുക്ക് അവിടെ പോയിട്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് സിറ്റൗട്ടിലിരിക്കുക. അത് ഇപ്പോൾ എല്ലാവരും പോകണം. ഇപ്പോൾ ഇവിടെ ജോലിക്ക് വന്നവർ 5 മണിക്ക് പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ പേഷ്യൻസൊക്കെ വരുമല്ലോ. അപ്പോൾ അവരൊക്കെ 5 മണിക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമല്ലേ, എന്നിട്ട് അവിടെ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളായിട്ടേ ഞാനിങ്ങനെ വയ്യായൊക്കെ ഇങ്ങനെ സഹിച്ചിങ്ങനെ കൊണ്ടുപോകും. കുറേ നാളായിട്ട് ഞാനിങ്ങനെ സഹിച്ച് കൊണ്ടുപോകും. മനസ്സിൽ ദുഃഖം വേറെ, ശരീരത്തിൻ്റെ വേദന വേറെ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളാരും കൊണ്ടുപോയി നോക്കാനും പോകുമെന്ന് പറയുന്നു ആരും ഇല്ല, ഇനി നമ്മൾ തന്നെ അതൊക്കെ ചെയ്യണമെന്ന്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാൻ തന്നെ വന്ന് അഡ്മിറ്റ് ആയതാട്ടോ. ഞാൻ ആരോടും പറയുകയൊന്നും ചെയ്തില്ല, എൻ്റെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ വന്ന് അഡ്മിറ്റ് ആയതാണ്. അഡ്മിറ്റ് ആയപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വന്നതിൽ വെച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരിക, അത്രയേ ഉള്ളൂ. ഇവിടെ തന്നെ ഇരിക്കുമ്പോഴേ കുട്ടികളെയൊക്കെ കാണാണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വാവ ഉണ്ണിയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ട് പോവും. ഉണ്ണിച്ചക്കനും ഒക്കെ വരും കേട്ടോ. അങ്ങനെ കഴിച്ചു. ഇനി കുറച്ച് നേരം വെറുതെ കിടക്കാച്ചിട്ടാണ്. കാരണം ഈ ഇങ്ങനെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കാല് ഞാനൊരു വട്ടം വീണതാട്ടോ 2 വർഷം മുൻപ്. ആ കാല് ഇപ്പം മടക്കാനും നിർത്താനും പറ്റുന്നില്ല. 2 വർഷം മുൻപ് വീണത്, ഇപ്പോഴാണ് വേദന അറിയുന്നത്. പിന്നെ എനിക്ക് ഈ ശരീരം ഫുള്ള് നീരും കൂടി വരുന്നത് കാരണം എനിക്ക് മടക്കാനും നിർത്താനും പറ്റുന്നില്ല. അപ്പം ഞാൻ ആകെ പേടിച്ചു. അതാണ് ഞാൻ അധികം വരാൻ കാരണം. പിന്നെ ESR അങ്ങനെയുള്ള ടെസ്റ്റ് അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. ഇതാണ് ഹോസ്പിറ്റൽ. അതാണ് കേട്ടോ എൻ്റെ റൂം. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നേരെ കാണുന്നത് ഈ സീനറിയാണ്. നല്ല രസമാണ്. ഇവിടെ രാത്രി ഞങ്ങൾ വന്നിരിക്കും. കുറച്ചും കൂടി വൈകി കഴിഞ്ഞ് ഞാൻ ഇവിടെയൊക്കെ പോയിരിക്കും കേട്ടോ. ഞാനൊരു 6 മണിക്കൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കണ്ടോ, ഇവിടെ ഈ സിറ്റൗട്ട് നല്ല നമ്മളൊരു വീട്ടിലിരിക്കണ പോലെ കണ്ടോ. ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇവിടെ ഇരിക്കും. ഇവിടെ ഒരു അങ്കിളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അങ്കിളും അഞ്ചി ഫുഡ് ഉണ്ടാക്കി തരും. ഞാൻ പറഞ്ഞില്ല അങ്കിളും അഞ്ചി ഫുഡ് ഉണ്ടാക്കുന്ന ആങ്കിളും ഉണ്ടാവും. ഞങ്ങൾ നല്ല വൈകുന്നേരം ഞങ്ങളിനെയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നല്ല രസമാട്ടോ ഇവിടെ. നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഉണ്ണി അന്ന് ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന കേട്ടോ. പക്ഷെ അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വാക്കുട്ടി അതെ വാക്കുട്ടി ചുക്കാപ്പി കൊണ്ടുവന്ന കേട്ടോ. നല്ല ചൂടാക്കി ചീച്ചിക്ക് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കും കൊടുക്കണം, ആൾക്കും ചെറുതായിട്ട് തൊണ്ടേനുണ്ട്. ഗ്ലാസ്
കുറച്ചേ ഉള്ളൂ കേട്ടോ. അയ്യോ ഞാൻ എന്തെന്ന് കുറച്ചും കൂടി തരാം, തുള്ളിയുള്ളൂ. നമ്മുടെ ഉണ്ണിച്ചക്കൻ വരണുണ്ട്. ഏയ് എന്ത് ഇന്നൊന്നും വേണ്ട അല്ലേ? ആ അതെ, ഇങ്ങോട്ട് വരണൊന്നുമില്ല. അങ്ങോട്ട് ഇരിക്കും, നോക്കട്ടെ. ഇവിടെ ഇരിക്കി. ആർക്ക് എന്തൊക്കെ കാണിച്ചിരിക്കണത്? മുഖം ഞാനില്ലല്ലോ, എന്തും കാണിക്കാലോ അല്ലേ? ചോദിക്കാനും പറയുന്ന ആരുമില്ലല്ലോ. ഭാവിച്ച് എന്തൊക്കെ മുടി കെട്ടുന്നുണ്ടോ? അവളെന്തൊക്കെയാ ചെയ്തരാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വെറുതെ ചുറ്റി വെച്ചിട്ട് ആ സാധനം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വേറൊന്നും ചെയ്തെന്നില്ലേ? നീ അല്ലാണ്ട് വിശ്വസിച്ച് അതെടുത്ത് കൊടുക്കൂലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, കുഴപ്പമില്ല. ഗസ്റ്റ് വന്ന പോലെ സംസാരിക്കുന്നു. വിളിച്ചാലും എടുക്കണില്ല. ആ ഫോണ് കുറച്ച് കംപ്ലൈന്റാ. തിരിച്ചു വിളിക്കണില്ല. ഞാൻ വിളിച്ചാലും ഇന്നലെ വിളിച്ചില്ലേ? ഓ ഇന്നലെ വിളിച്ചില്ലേ? ട്രീറ്റ്മെന്റ് ഒക്കെ എന്തായി? കുഴപ്പമില്ല. കഴിച്ചാ? സുഖാണോ? മാമി ഇല്ലാണ്ട് എങ്ങനെയുണ്ട്? ആൾക്ക് എന്നെ വിളിക്കൂ കേട്ടോ. മാമിക്ക് തൊണ്ടവേദനയാണേ. ഇവൻ വിളിച്ചിട്ട് എങ്ങനെയൊക്കെ അറിയാം മേമേ, ഇല്ലാണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങളെ തല്ലുന്നോട്ട് ഫാൻ ഇട്ടോ, വോയിസ് അയക്കും കേട്ടോ. എന്താ കൊണ്ടുവന്നേക്കുന്നത്? ആ ഇത് ബിസ്ക്കറ്റ്. ഇത് ബിസ്ക്കറ്റ് അപ്പുറത്തെ റൂമുള്ള ചേച്ചി വാങ്ങിച്ചിട്ട് ചോദിച്ചതാണ്. എനിക്ക് നല്ല മാങ്ങ. ഇത് തുറക്ക് നോക്കട്ടെ. നമ്മൾ അങ്ങനെ അന്ന് മണിപ്പാറ പോയപ്പോൾ മാങ്ങ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പൂൺ മറ്റേ ഇത് തൂപ്പിക്കിട്ടില്ല, ഇട്ടുണ്ടാവും. വാവ് മാങ്ങ തൂപ്പിക്ക് വെച്ചിട്ടില്ല. നല്ല കുട്ടി എടുത്തു പറഞ്ഞോട്ടോ. അന്ന് അടച്ചവിടേക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട, പക്ഷെ കഴിച്ച ഫുഡ് കഴിച്ചോളൂ. ഇപ്പൊ തൊണ്ടവേദനയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വന്നിരിക്കുക. ഒക്കെ ഉറങ്ങിയിട്ടില്ല. ഫോണുണ്ടോ മന്ദ? പറയാ വരണോ അങ്ങട്? നിങ്ങള് പറഞ്ഞ കേൾക്കണമെന്നില്ല പറയണ കേട്ടു. നിങ്ങള് പറഞ്ഞ കേൾക്കണ എന്ത്? ഞാനില്ല. നിങ്ങളേ നിങ്ങൾക്ക് ഇന്നൊരു വില ഇല്ല അല്ലേ? അല്ലേ? ഞാൻ ഇല്ലാതെ എന്റെ വില അറിഞ്ഞത് എനിക്ക് എന്താ പേടി അറിയോ? മൂന്നും കൂടി മറ്റെന്താ പറയാ, എന്ത് സന്തോഷം. DJ ആയിരുന്നു വീട്ടില്. ശരി ശരി എന്നാ കുട്ടിയില്ലേ? പോക്കോ. ഫോണുണ്ട്, രാത്രി ഫോണുണ്ടോ? ഫോൺ കൊണ്ടുപോവാ. ബൈ. നോക്കി പോട്ടാ. ചി വന്നതാട്ടോ വീണ്ടും. വാവച്ചിയുടെ എന്നെ കൂടുതൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കേട്ടോ. ഉണ്ണി ഒരു വട്ടം വന്നപ്പോഴേക്കും ഉണ്ണിക്ക് പീരീഡ്സ് ആയി. പിന്നെ ഉണ്ണിച്ചക്കനും വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ കുട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. 2 കുട്ടീസ് ഉണ്ട്. ഞാനും എന്റെ 2 കുട്ടീസും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. കുട്ടീസ് ആരാച്ച ഇവിടുത്തെ ഡോക്ടറിന്റെ മക്കളാണ്. അപ്പൊ ഇവരാണ് ഇപ്പൊ കമ്പനി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അമ്മയുടെ അടുത്തേക്ക്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഇതിന്റെ ബാക്കിൽ തന്നെ വീട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ മക്കളെ. അങ്ങോട്ട് തന്നെ ഹായ്. അതെ അല്ലേ? ഇവിടെ കുറച്ച് ബാക്കിലേക്ക് ഇവിടെ ഇല്ലേ? ഇവിടെ ഒരു കുട്ടി കൂടെ ഉണ്ട്, ഒരു ആൺകുട്ടി. ഇടയ്ക്ക് ഇന്നലെ വന്നു. എവിടെ വീട് ചോദിച്ചപ്പോ ഞാൻ മുകളില് അഡ്മിറ്റ് ആയ ആൾക്കാർ ഫാമിലിയാണെന്ന്. ഇവരുടെ അനിയുണ്ടോന്ന് ചെറുത്. എത്രയല്ലേ പഠിക്കുന്നവൻ? LKG. അപ്പൊ ഞാൻ ചോദിച്ചു, ആ മോളില് ട്രീറ്റ്മെന്റ് ഉള്ള ആളുടെ റൂമത്തെയാണ് ഞാൻ. ബാക്കിൽ ഡോക്ടറിന്റെ മക്കളാണ്. അതും ഷൂട്ടിട്ടുണ്ട്, ഷർട്ടില്ല. അല്ല റൂമിക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എവിടെ ഉള്ളാന്ന്. മോളിലെ റൂമിലാണ്. അപ്പൊ അങ്ങനെ മോളില് പേരെന്താ? നിരുപമ. മോള് സാരിക്ക്. നല്ല കുട്ടികളാട്ടോ. നന്നായിട്ട് വർത്താനം പറയും. അത് നന്നായിട്ട് വർത്താനം പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവരെ പിടിച്ചിരുത്തിയിരിക്കുവോ. ഞങ്ങളിങ്ങനെ ഇവിടെ തിണ്ടത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാൾ 5ലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ഡോക്ടറിന്റെ മക്കളാട്ടോ. ഒരാള് ചേച്ചിയുടെ, ഒരാൾ അനിയത്തിയുടെ മോള്. അങ്ങനെ സുഖല്ലേ? നമ്മളുടെ വീഡിയോസൊക്കെ ഓൾറെഡി കാണുന്നുണ്ട് കേട്ടോ. അമ്മളുടെ വീട് മീറ്റിന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കയറമ്പാറ സ്ഥലത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അവൾ പറയും ആ സ്ഥലമൊക്കെ കണ്ട പോലെ ഉണ്ടെന്ന്. എനിക്ക് സൗണ്ട് ഒട്ടും ശരിയായിട്ടില്ല, അതുകൊണ്ടാണ്. ബൈ. പിന്നെന്താ
ചക്കയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മമ്മിക്ക് കൊണ്ടുവന്നില്ല. ഫോണ് വേണം ഇതിനു മുമ്പ് ഓൾറെഡി ഉണ്ണിച്ചേക്കൻ മാങ്ങ കൊണ്ട് തന്നിട്ട് പോയിട്ടാ. മാങ്ങ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു. മറ്റേ എനിക്ക് ഫുഡ് ഉണ്ണിച്ചേക്കൻ കൊണ്ട് തന്നിരുന്നു ഇന്ന്. ഞാൻ വണ്ടി കൊണ്ടുപോയല്ലോ. അവൻ ഐഫോൺ എടുക്കാൻ ഉച്ചയ്ക്ക് വന്നില്ലേ, അപ്പൊ കൊണ്ടുവന്നു. എന്നിട്ട് ഞാന് ആന്റിക്കും അപ്പുറത്തെ റൂമിലെ ആന്റിക്കൊക്കെ കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പ പൊക്കോ, ഇരുട്ടാവാൻ നിക്കണ്ട. ഓക്കെ. മമ്മി വിളിക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു 2 കുട്ടികളുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ ഇവിടെ ഇരിക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒരാള് ഇത്രയും കാണണൊക്കെ ഉണ്ട്. ഇവരുടെ കഥ കേട്ടിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളിരുന്ന് കഥ സാരില്ല, ഞങ്ങളിരുന്ന് കഥ പറയും. ആ കുട്ടി ഇവിടെ ഇരുന്നു, അവരവിടെ ഇരുന്നു. ഇരുട്ടാണ് കേട്ടോ, വെട്ടം കുറവാണ്. പക്ഷെ എങ്കിലും കഥയൊക്കെ നല്ല രസമുണ്ട് രണ്ടുപേരുടെയും. അതുകൊണ്ട് ഞാനങ്ങ് ഇരുന്നു. രാത്രിയായാൽ ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. എനിക്ക് കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഞാൻ വലിയ ഫുഡ് തരുന്ന ആൻറ്റി വേണ്ടോ, ഫുഡ് കാര്യങ്ങളൊക്കെ തരുന്നത് ആൻറ്റിയാണ്. നല്ല ഹെൽത്തിന് പറ്റിയ ഫുഡാണ് ആൾ കൊണ്ടുവന്ന് തരിക. എന്നെ നോക്കണതൊക്കെ ആളാണ്. ഞാൻ നാളെ പോയിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ആൻറ്റി എന്നല്ല അമ്മ എന്ന് വിളിക്കാനാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ സുഖമല്ലേ? സുഖം. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങും കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. നല്ല രസം. അവിടെ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചി അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ കുറേ നേരം ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ്. രാത്രി ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞില്ല, കുട്ടീസും കൂടെ ഞാൻ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ ആൻറ്റി ഗേറ്റ് പൂട്ടാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. ഗേറ്റ് പൂട്ടിയിട്ട് ഈ സംഭവം കൂടെ പൂട്ടും. നാളെ ഞാൻ പോകും കേട്ടോ. ഞാൻ വന്നിട്ട് അപ്പോൾ 11 ദിവസമായി നാളേക്ക്. അപ്പോൾ നാളെയാണ് എൻ്റെ ഡിസ്ചാർജ്. വന്നതിൽ വെച്ച് നല്ല മാറ്റമുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം കൂടെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാസം വരണം. ഇത്ര നേരം ഇവിടെ ഇരിക്കേണ്ടായിരുന്നു. വാക്കുട്ടി വന്നു. വാക്കുട്ടി വന്നിട്ട് ഫോൺ തന്നിട്ട് പോയി. പിന്നെ അതിന് മുമ്പ് ഉണ്ണിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പോയി. വാക്കുട്ടിക്ക് ഇവിടെ ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടാവില്ല. കാരണം നമ്മൾ ഇത് പത്തിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഫുഡല്ലേ തരിക. അപ്പോൾ അതുകൊണ്ട് ഫേസൊക്കെ കുറച്ച് ഇപ്പം ഈ ചുമ വന്നതുകൊണ്ടേ ഫേസൊക്കെ ഒത്തിരി ഒന്ന് ഇതായിട്ടുണ്ട്. ഭയങ്കര ചുമ. ഇവിടെ ഇങ്ങനെ ചുമ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തണുപ്പ് ഇറങ്ങിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ദിവസം നമ്മൾ തണുപ്പ് ഉള്ള ഇതല്ലേ ചെയ്യുന്നേ. ഇപ്പം അതാണെന്നറിയില്ല. ഭയങ്കരമായിട്ട് 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പം എന്തായാലും അങ്കിളും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ. ഞാൻ നാളെ പോകുമെന്ന് പറയുമ്പോൾ പറയാം, അയ്യോ പോവോ, ഞങ്ങൾ മിസ് ചെയ്യുമല്ലോ, വിളിക്കണം കേട്ടോ, ഇടയ്ക്കൊക്കെ തീനെ വരണം കേട്ടോ എന്നൊക്കെ പറയാം. അങ്കിളുടെ മൂന്നാമത്തെ മോളുടെ പ്രായമാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തല്ലേ, ഞാൻ ഇടയ്ക്ക് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ഇത്രയും സങ്കടം. കാരണം കുറച്ച് ദിവസം കൂടെ ഇരുന്നപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ വൈബല്ല അവിടെ. ഒരു ഹോം വീട്ടിലൊക്കെ വന്നിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇവിടെ അങ്ങനെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാന്ന് വെച്ചാൽ സുഖം കേട്ടോ. ഇനിയിപ്പോൾ ആരില്ല, ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് വന്നാലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ആൻറ്റി എല്ലാ കാര്യങ്ങളും നോക്കും, നമ്മുടെ എല്ലാ ഇതും. പിന്നെ അതുകൊണ്ട് ഒരാളുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നാളെ ഉണ്ണിക്ക് ഞാൻ പോകുന്ന കാര്യം അറിയില്ല. ഉണ്ണിയോട് മാത്രം പറഞ്ഞിട്ടില്ല ഞാൻ. കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ഉണ്ണി ചോദിക്കുന്നുണ്ട് മമ്മി എപ്പോഴാണ് വരിക. ഉണ്ണി ഇങ്ങനെ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഉണ്ണിക്ക് ഇങ്ങനെ പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളങ്ങനെ അധികം വന്നിട്ടില്ല. അധികം വാവുകുട്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വാവുകുട്ടി പാവം അതിന് കാണാൻ ഇരിക്കാനുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും പാവം. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെടുത്തെടുത്തിട്ട് ഓടി വരും. അങ്ങനെ ആൻറ്റി ഗേറ്റൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. സുന്ദരി, എനിക്ക് ആൻറ്റീനാണ് എൻ്റെ അമ്മേനെ പോലെ തോന്നും. കാരണം നമ്മുടെ അമ്മമാർ നോക്കും പോലെയാണ് ആൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇന്ന് എനിക്ക് കറിയിൽ കോളിഫ്ലവർ തന്നില്ല. ഞാൻ കഴിക്കാത്തത് കൊണ്ട് വെറുതെ വിട്ടു. ഇല്ലച്ച ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞു എല്ലാം മുകളിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. ഞാൻ ലാസ്റ്റേ ഫുഡ് വാങ്ങിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഞാൻ പതുക്കെ കഴിക്കുള്ളൂ. അപ്പോഴത്തേന് ഫുള്ള് കറികൾ അവിടെ കൊടുത്തിട്ട് വന്നിരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ആൻറ്റി നേരെ ഒന്ന് കാണിച്ചതെന്നാണ്. നിങ്ങളിവിടെ ഒന്ന് അഡ്മിറ്റ് വെച്ചാൽ ആൻറ്റി ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുക അല്ലേ. നല്ല ഫുഡ് ഉണ്ടാക്കി തരും. ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് പഥ്യത്തിനനുസരിച്ചുള്ള ഫുഡാണ് ആൾ ഉണ്ടാക്കി തരിക. അതിലൊരു കോംപ്രമൈസും ഇല്ല.
നമ്മൾ കറക്റ്റ് ടൈമിൽ വന്ന് നമ്മളുടെ റൂമിൽ കൊണ്ടുവന്ന് തരും ഇല്ലേ? സുന്ദരിയാണ്. ഞാൻ എന്നെ മിസ് ചെയ്യുക പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യും. ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളിവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും ദിവസം ഇല്ലേ? കുറച്ച് ദിവസമൊന്നും ഞാൻ വന്നില്ല, പക്ഷെ അധികം അതെ, പക്ഷെ നന്നായിട്ട് സംസാരിക്കും ഞങ്ങൾ. പക്ഷെ അത് നാളെ എന്തായാലും മിസ് ചെയ്യും ഇല്ലേ? അതെ, ഞാൻ ഇതിനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഇതിന് വരാം കേട്ടാ. ശരി, ഓക്കെ ബൈ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഏതാണ്ട് ആ റൂമിൽ ആളുണ്ട്, ആ റൂമിലും ആളുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ റൂം. അപ്പം അതുകൊണ്ട് പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വന്നതൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടോ. പക്ഷേ തൊണ്ടയുടെ കാര്യത്തിന് തീരുമാനമായി തോന്നണം. മിണ്ടാൻ പറ്റുന്നില്ല, രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളിന്ന് പോകട്ടോ. അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചുമയും ഇങ്ങനെ തൊണ്ടവേദനയായിരുന്നു. രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാട്ടോ, കാരണം ചുമകളായി കഴിഞ്ഞ വെച്ചിട്ട് എനിക്കത് അത് ചുമ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്ങനെ ചുമയ്ക്കണമെന്ന് എനിക്കറിയില്ല. ചുമയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ വേദനിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ചുമച്ച നമുക്കത് ചുമയ്ക്കണം, ഇല്ലച്ചാൽ ശ്വാസം കിട്ടില്ല, അങ്ങനത്തെ ഒരു ചുമ. അപ്പോൾ എന്തായാലും കുറേ ഇനിയിപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും അടുത്തല്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേനും പോകാമല്ലോ വെച്ചിട്ട്. ഇന്ന് 11ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഞാൻ പോകുന്നതിന്. എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടം. നമ്മൾ കുറച്ച് പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാസത്തിൽ ചിലപ്പോൾ ഒരു വട്ടം വരേണ്ടി വരും കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടില്ല, കഴിക്കണം. പുട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്, കഴിക്കണം. എനിക്ക് ഇന്നത് രാവിലത്തെ മെഡിസിൻ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടേക്ക് സ്ട്രെയിൻ കൊടുക്കാൻ വയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് നമുക്ക് ക്ലിയർ ആവുന്നതൊന്നും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ കാര്യം. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും കാര്യം പറഞ്ഞതാണ് കുറച്ച്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. രാവിലെ കാണാൻ ഇവിടെ നല്ല രസമാണ്. സൗണ്ടൊക്കെ പോയി. നമുക്ക് സൗണ്ട് വാങ്ങിക്കുക കുറച്ചല്ലേ, കാണിച്ചു തരാം. രാവിലെ ഞാൻ ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വരും. എൻ്റെ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് കണ്ടോ, വിളക്കൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങൾ മിസ് ചെയ്യും. രാത്രി കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ വന്നിങ്ങനെ ഇരിക്കും. അത് ഓരോ സ്ഥലങ്ങളും മിസ് ചെയ്യും. ഹോസ്പിറ്റലിൽ വന്ന പോലെയല്ല കേട്ടോ ഉണ്ടായിരുന്നേ. എനിക്ക് വേറെ നമ്മൾ വല്ല വിരുന്ന് വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് കൂട്ടാൻ ഉണ്ണിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഉണ്ണി കോളേജിൽ പോയിരിക്കുക കേട്ടോ. എന്തോ ഉണ്ണിക്ക് അവിടെ എന്തോ ഒരു പ്രൊമോഷൻ ഷൂട്ട് എടുക്കാൻ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ണിക്ക് അറിയില്ല ഞാൻ പോണ കാര്യം. അപ്പോൾ ഉണ്ണിക്കൊരു സർപ്രൈസ് കൊടുക്കാനും കൂടി വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഉണ്ണിച്ചക്കൻ വന്നിട്ടുണ്ട്, എൻ്റെ മകൻ വന്നിട്ടുണ്ട്. ഹലോ, അവിടെ ഇരുന്നിട്ട് ദിവസം വിളിക്കും വാ വാന്ന്. ഹോസ്പിറ്റലിൽ ഉണ്ടോ, നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, നല്ല നിറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉണ്ണി വരുമ്പോ അനാറ് മേടിച്ചിട്ട് വാട്ടോ. മമ്മിക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുപോവാനാ. അപ്പൊ വീട്ടിക്ക് വരികയാണോ? ആ എന്നാ ശരി, നമുക്ക് പോകുമ്പോ അങ്ങനെ കൊണ്ടുപോവാ. അവിടെ നിന്ന് പൊട്ടിക്കാലോ, ഇതാക്കാലോ. ഓക്കെ, നീ വേണം കൊണ്ടുകൊടുക്കാൻ. ആ മമ്മീനെ കാണാൻ പോകണുണ്ട് എന്തായാലും. ആ ആ ഓക്കെ ശരി. ഇല്ലടാ, ശരിക്കും അപ്പാണ്. മേം വന്നിട്ട് പറയട്ടെ, ഓട്ടോയിൽ ഇങ്ങനെ ഞങ്ങള് ഗുഡുഗുഡുഗുഡാന്ന് ചാടണ വണ്ടി.
ഞാൻ ട്രീറ്റ്മെന്റിന് കയറി നീ ബെക്കി ഫോണ് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ മനസ്സിലാക്കാം ബുദ്ധി ഉണ്ടെങ്കിൽ. പക്ഷെ അവള് ഫോണൊക്കെ ക്ലിയർ ആയിട്ട് ഇത് ഇല്ലടോ നീ ശ്രദ്ധിച്ചിണ്ടായില്ല. അവള് പുറത്തല്ലേ അതെന്ത് അവള് വണ്ടിയില് വരില്ലേ എന്റെ അറിവിൽ അവള് ഇപ്പോഴും സംസാരത്തിൽ മനസ്സിലായില്ല. നിങ്ങളെ മപ്പായ ഓ എന്റെ നന്ദനം വീട്ടിലെത്തിയിട്ടോ ഞാന്. എന്റെ വീട് തന്നെ അല്ലേ? കാരണം ഞാൻ മിസ് ചെയ്തു ഒരുപാട്. എന്റെ മാങ്ങ ഉണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്റെ കുഞ്ഞാവേണ്ട. എന്റെ തൊണ്ടവേദന കാരണം കുളിക്കണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഒന്ന് കുളിച്ചാലാണ് കേട്ടോ ഒന്ന് സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് കുളിക്കട്ടെ. കൊടുക്കണ്ട ഏട്ടാ. എന്റെ കുട്ടീനെ ഇനി നേരെ നോക്കിക്കോ ചക്ക. എന്നെ റോട്ട് എടുക്കണ പോലെ ഇങ്ങനെ എന്റെ കുട്ടീനെ റോട്ട് എടുത്താൽ ആവണം എന്റെ മാൻ. ഒരു പാവല്ല. എന്നെ എന്നും റോട്ട് എടുക്കും. എന്നെ ഉണ്ണിനെ മാറി മാറി റോട്ട് എടുക്കും മമ്മി. രാത്രിയായി ഇവര് തുടങ്ങും കേട്ടോ. 9:30 ഇവര് കണക്ക്. 9:30 എന്നും ടി വി ഇട്ടിട്ടുണ്ട്. 9:30 TV 7,000 രൂപ കറണ്ട് ബില്ല് വന്നിരിക്കണം. ടിവിക്ക് അത്ര നിങ്ങളുടെ വീട്ടിൽ അത്ര കറണ്ട് ബില്ല് വന്നിട്ട് കമന്റ് കിട്ടും. ഇവിടെ 7,000 ആണ്. ഞാൻ സ്നാപ്പ് അയച്ചിട്ടോ കറണ്ട് ബില്ല് എടുത്തിട്ട് കൊറേ പേര് റിയാക്ട് ചെയ്യാ. എന്താ എവിടുന്ന് ചോരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ 7,000 വന്നിട്ടുണ്ട്. ചെലപ്പോ ഞാൻ പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഓവർഫ്ലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ചെക്ക് ചെയ്യാൻ പറ്റില്ല മമ്മി. അത് ചെക്ക് ചെയ്തൂടെ? AC കൂടിയും വല്ലപ്പോഴേ ഇടുള്ളൂ. ഞാനാണ് ആ റൂമൊക്കെ എടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ഇല്ലേ ഇപ്പൊ മമ്മി പോയ ടൈമിൽ ഫുള്ള് ഉണ്ണി AC ഇട്ട് സുഖമായി കിടന്നുണ്ട്. ഉണ്ണി വരുന്നുട്ടോ. ഒരാളാണെങ്കിൽ അങ്ങോട്ട് ചാടണു ഇങ്ങോട്ട് ചാടണു. അയ്യോ കോടി. ഉണ്ണിയുണ്ടോ കേട്ടോ. കാറിപ്പ് കയറ്റും. കാരണം റൂമിക്ക് പോകാൻ പറ്റില്ലേ. ട്രാപ്പ് അയാളേ. അല്ലെ പോവായിരുന്നില്ലേ അടി കൂടെ കുനിഞ്ഞിട്ട്. ഉണ്ണി വന്നു. ഇവനെന്താ കാട്ടുന്നത്? ഏട്ടൊന്ന് എടുക്കട്ടെ. ഏട്ടൻ ഇവിടെ ഒന്ന് കേട്ട വീഡിയോ എടുക്കുന്ന പോലെ നോക്കിയാൽ മതി. എന്നെ കാണുള്ളൂ. ഞങ്ങളിവിടെ ഇങ്ങനെ അറിയാത്തതിരിക്കുന്നുണ്ട്. ഗേറ്റ് അടയ്ക്കാട്ടോ. കള്ളനോട്ട് നോക്കാൻ കറക്റ്റ് സ്ഥലത്ത് ഫോൺ അടിക്കുന്നത് നോക്ക്. ഞാനിപ്പോ മമ്മീനെ കാണാൻ പോണം അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കയറി വരട്ടോ. കയറി വരുന്നില്ലേ ബാബു ഫോണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരി അവള് ഇതാക്കി. പിന്നെ എന്റെ മനസ്സിലില്ലേ ഇപ്പൊ ഐഫോൺ ആളേക്കിനാ ചിലപ്പോ കിച്ചു പോയിണ്ടാവും. പിന്നെ കയറി വരുമ്പിക്കില്ലേ മമ്മിയുടെ ഫോൺ അടിക്കണം. കറക്റ്റ് സമയത്ത് ലോക്കായി. റൂമിൽ പോകാനും പറ്റില്ല. കറക്റ്റ് വണ്ടി വന്നു. എല്ലാരും കാണണം പറഞ്ഞു. നീ പോയിട്ടേ ഇല്ലേ അവിടേക്ക്? ഒരു വട്ടം എനിക്ക് അപ്പു മമ്മീനെ കാണണം പറഞ്ഞിട്ട് അപ്പുവിനെ അവിടെ കയറും പറഞ്ഞു കേട്ടോ. പറഞ്ഞു എന്താണ് നിനക്ക് വയ്യ? നിനക്ക് വീടാവണത് ഇനി ഇത്രയും ദിവസം ഹോസ്റ്റല് പോലെ 10 days ഇനിയും കുട്ടി റെസ്റ്റിലാണ്. കുട്ടീനെ നോക്കണം. ഇവിടെ ഇരുന്ന് എന്തോ ചെയ്തോ. ഞാനില്ലേ എനിക്കില്ലേ ബാബ ക്യാമറ പിടിച്ചിരിക്കുമ്പോ ഓക്കെ. അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ ഫോൺ അടിക്കുന്ന സൗണ്ട് അത് പിന്നെയും കുഴപ്പമില്ല. കിച്ചു പോയത് അറിഞ്ഞ് സ്കൂട്ടിയൊക്കെ നോക്കി. ഓക്കെ ശരി മമ്മി വരുന്നു. പക്ഷെ ഐഡിയ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഫോൺ അടിക്കുന്നു. മമ്മിയുടെ ഫോൺ ഇവിടെ എത്തിയപ്പോ മമ്മി പെട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി. ഇവിടെ എത്തിയപ്പോ തന്നെ മനസ്സിലായി മമ്മി വന്നു എന്നുള്ളത്. പിന്നെ എവിടെയും നോക്കാതിരുന്നു. എനിക്കില്ലേ ഫോൺ അടിച്ചപ്പോഴേ വീഡിയോയില് സൗണ്ട് കേൾക്കും പറഞ്ഞിട്ട് എന്നോട് സൈഡിലാക്കുന്ന ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് ഓർമ്മ വന്നേ മമ്മിയുടെ റിംഗ് ടൂണല്ലേ അത്. സൗണ്ട് നോക്കുമ്പോ സൗണ്ട് നല്ല മാറി. ഞാനില്ലേ ഓട്ടോ എങ്ങനെ എടുത്ത് പറ എങ്ങനെ പറ. ഓട്ടോയിലാണെന്ന് തോന്നിയില്ല.
വിളിച്ചപ്പോ നീ എവിടെ മാം വിളിച്ചപ്പോ നീ മാമിനെ വിളിക്കുമ്പോ നീ എവിടെയായിരുന്നു? മനസ്സിലായിട്ടില്ല. ഫുഡ് കഴിക്കാൻ മമ്മി എന്നെ പറഞ്ഞു ചോദിക്കാനോട്ടെ മാമിന് ഓട്ടോ ഇങ്ങനെ കുടുകൂടാന്ന് ചാടണു. ഓട്ടോന് നല്ല സൗണ്ട്. അപ്പൊ ഞാൻ മാം ഇതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് വേഗം വെക്കുന്നു അങ്ങനെ വെച്ചില്ല. കണ്ടോ അത്ര നേരെ ഉള്ളു പിന്നെ എങ്ങനെ കേൾക്കുക. അങ്ങനെ തന്നെ ഒന്നും കേട്ടില്ല. പിന്നെ മമ്മി ഇപ്പോഴും അങ്ങനല്ലേ? മമ്മി എപ്പോഴും treatment വെക്കുകയും നീ വീട്ടിലാണെങ്കിൽ ശരിക്കും മനസ്സിലായിട്ടോ. അല്ല അത് കാമ്പല്ല. പിന്നെ ഞാൻ എന്നിട്ട് അത് പറയായിരുന്നു എന്താ അപ്പൂനോടൊക്കെ എന്താ മമ്മി ഇപ്പൊ പുറത്തുപോയി ഫുൾ ജാലിന്ന് ഉണ്ണിച്ചക്കനൊന്ന് പുറത്തു പോയപ്പോ അത് ഇവിടെ മാത്രല്ല എവിടെ പോയാലും മമ്മി അങ്ങനെയാണ്. അങ്ങോട്ട് വരാൻ പറ. ബസ് കയറിയിട്ട് സുന്ദരി ചേച്ചി കണ്ടപ്പോ ആ എപ്പോഴാ വന്നപ്പോ? 10 ഇപ്പൊ വന്നേ ഉള്ളൂ 10 minutes. വിളിച്ചപ്പോ ഞാൻ റോട്ടിലാണ് ഞാനെന്നാ മമ്മീനെ കാണാൻ വേണ്ടിട്ട് വണ്ടി തിരി എന്തോ മമ്മിക്ക് സർപ്രൈസ് തരാൻ തോന്നാത്തത്. അതാ ഞാൻ നിന്നെ വിളിച്ചേ. ഞാൻ നിന്നെ കോൾ എടുത്തത്. ഞാൻ അപ്പൂനെയും കൂട്ടിട്ട് വരാച്ചിട്ട് അങ്ങനെ എന്നെ മേലേക്ക് ഒന്ന് കുളിക്കണം മേമിക്കീന്ന് അങ്ങനെയൊന്നുമല്ല. കേട്ടോ മേമിക്കീന്ന്. ഇങ്ങനെയൊന്നും അല്ല സൗണ്ട്. കാറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്താണ് നിനക്ക് എന്താണ് ഏട്ടന് കുറച്ച് ദിവസമായിട്ട് വയ്യ കൈ. വിചാരിക്കണ്ട. ഫോണടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. മമ്മി ആയിട്ട് ചവിട്ടുക. നീ ഇത് കെട്ടി ഇവന്റെ ലീലാവിലാസങ്ങൾ പറയാൻ വേണ്ടിട്ട് അതെ നീ പറ നിന്റെ കാര്യം നീ തന്നെ പറ. റെപ്യൂട്ടേഷൻ പോകും. നീ പറ നീ പറ. ഏയ് കമോൺ. എനിക്കാണ് പറയാൻ കഴിയുന്നത്. എന്റെ കൈ കടയുന്നു. ഇന്ന് ഞാൻ നോക്കട്ടെ. കാണിച്ചു തരാൻ ഞാനും കാണില്ല. വയനാട് കാണുന്നു. അത് കാണിച്ചു തരാൻ പറയാം. കാണാനുള്ള ക്യൂരിയോസിറ്റി. കാണിച്ചു കൊടുക്കും. ടെൻഷനായി അതെന്താന്നും കൂടി പറ ആൾക്കാർക്ക് മനസ്സിലാവും. ഏട്ടന്റെ ഒരു സ്റ്റോറി ഇട്ടിന്റെ സ്റ്റോറി ഒന്ന് കാണിക്കൂ. നീ ഒന്ന് തിരിക്കോ. 2 സ്റ്റോറി ഉണ്ട്, 2 സീനാണ്. കാണിക്ക് കാണിക്ക്. മമ്മി എന്താ ചുമക്കണേ? ആദ്യം ഞാൻ നോക്കിട്ട് എനിക്ക് കാണിച്ചു തരാം. അത് സ്റ്റോറി. ഇതല്ലേ പല്ലിന്റെ കാണിക്ക്. അതെടുക്ക്, ആർച്ചയിലുണ്ടാവും. പല്ലിന്റെ മറ്റേ ഇത് കേട്ടോ. ഡാ ഡാ മതി 4 പേരേ ഉള്ളൂ. പേടിച്ചേ. ഞാൻ പറഞ്ഞേ ഉണ്ണിയുടെ 15 ഫ്രണ്ട്സ് കണ്ടത്. ഇത് കണ്ടിട്ട് മാമിനെ പോലെ ഉണ്ട്.